ഇത്തരം രീതിയിൽ നമ്മൾ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ പ്രഥമ ദൃഷ്ടി ഒന്നുമില്ല. പക്ഷെ അവിടെയാണ് 2019 ഈ ഖനനം കൃത്യമായി തന്നെ നിയന്ത്രിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നൊരു ഉത്തരവ് വന്നു. പക്ഷേ വിശാല ഹൃദയനായ ശ്രീ പിണറായി വിജയൻ സർക്കാർ എന്ത് ചെയ്തു? അത് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തു. ആ എക്സ്റ്റൻഷൻ കൊണ്ട് മാത്രം ശശിധരൻ കർത്തയ്ക്ക് ഏതാണ്ട് 1600 കോടി രൂപയാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ഏത് വ്യക്തിക്കും ഈ 1600 കോടി രൂപ ഉണ്ടാക്കിയ ശശിധരൻ കർത്ത കേവലം ഒരു 2.71 കോടി രൂപ മാത്രമാണോ കൊടുത്തുകയാണ്? എൻ്റെ ആദ്യത്തെ ചോദ്യം അതാണ്. അതിനുള്ള ഉത്തരം ഇനി കിട്ടണം. എവിടെ നിന്ന്? ED നിന്ന് കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ചോദ്യം, മുഖ്യമന്ത്രി എന്ന സ്ഥാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് മകൾക്ക് പാസപ്പടി നൽകിയത് മാത്രമല്ല, എത്ര രൂപ, ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 10% ഇതിൻ്റെ കമ്മീഷനെങ്കിലും വാങ്ങിയിട്ടുണ്ട് എന്നാണ്. പിണറായി വിജയൻ ഒറ്റയ്ക്കാണേ, ബാക്കി കിടപ്പുണ്ട്. RCയും KK ഒക്കെ ബാക്കി വരിയായിട്ട് കിടപ്പുണ്ട്. അവരൊക്കെ എത്ര വാങ്ങി നമുക്ക് നോക്കാം. എന്തായാലും പിണറായി വിജയൻ എന്തായാലും ഒരു 10% വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഏതാണ്ട് 100 കോടിയിലധികം രൂപ വരും. ഇതൊക്കെ കൃത്യമായ ആരോപണങ്ങൾ മാത്രമാണ്. ഇതിന് ഉത്തരം നൽകേണ്ടത് EDക്കാണ്. നൗ ED എന്താ പറയുക, കൃത്യമായി തന്നെ ഈ 134 രേഖകൾ വെച്ച് EDക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോകണം. അവിടെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്ന സുരേഷ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആരോപണം അവിടെ കിടക്കുന്നത്. ഈ പറയുന്ന ഒരു എന്താ പറയുക, യോഹന്നാൻ, ബിഷപ്പ് യോഹന്നാൻ വഴിയാണ് പിണറായി വിജയനും അന്നത്തെ അന്തരിച്ച മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കള്ളപ്പണം അമേരിക്കയിൽ എത്തിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം സ്വപ്ന സുരേഷ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇത് രണ്ടും ഒന്ന് ചേർത്ത് വായിച്ചോളൂ. എവിടുന്നാണ് പണം വരുന്നത്? ആ പണം എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് അങ്ങോട്ട് എത്തിക്കുന്നത്? അതെങ്ങനെയാണ് ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതെന്ന ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്.